ആമി ദൂരേന്ന് വന്നപ്പോഴേ എന്നെ കണ്ട് വിളി തുടങ്ങി. പിന്നെ മുറിവൊക്കെ നല്ല കരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന പാടെ അമ്മ ഇങ്ങനെ വരുന്നുണ്ട്. അമ്മ ഞങ്ങൾ വരണേന്ന് പറഞ്ഞിട്ടില്ല. 2 ബിസ്ക്കറ്റും ഒരു ചായയും വൈകുന്നേരം അവൾക്ക് പതിവുള്ളതാണ്. പക്ഷേ നമ്മുടെ ഗുണ്ടപ്പനാണെങ്കിൽ നമുക്കറിയാലോ ഇവിടെയാണെങ്കിൽ ഇരുന്ന് മേടിക്കും. പക്ഷെ ആമിക്ക് കൊടുക്കണ കണ്ടുകൊണ്ട് കുണ്ടൂന് കുശുമ്പാണ്. അപ്പോൾ കൊടുക്കണ കണ്ടപ്പോൾ അവൻ ചാടി പിടിച്ച് കഴിക്കാൻ നോക്കണം. ആകെ 2 ബിസ്ക്കറ്റ് ആകുമ്പോൾ എടുത്തുകൊണ്ട് വന്നോളൂ. പിന്നെ നമ്മളല്ലാതെ എടുത്ത് കൊടുത്തു കൊണ്ടുവിന്. ആമിയും വെപ്രാളം കാണിക്കാണ് കേട്ടോ, എന്നെ കണ്ടും തുറന്നു വിടാനുള്ളതും ഒക്കെ കൂടി. പിന്നെ ഇതാ മഞ്ഞ വാലായിട്ടുണ്ട്. ലോഷനാണ് ഇപ്പോൾ ഒഴിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ മഞ്ഞയും മഞ്ഞപ്പൊടിയും ഒന്നും തേക്കില്ല. കാരണം അവൾ ആ ഉപ്പ് രസത്തിൽ നിർമ്മല ചേച്ചി പറഞ്ഞ പോലെ അത് നക്കും. പിന്നെ കെട്ടിവെക്കേണ്ട ആവശ്യം വന്നില്ല. അവളിപ്പോൾ 2 ദിവസം കൊണ്ട് ഓക്കെ ആണ്. നക്കണില്ല അധികം. ഇനി നക്കണമെങ്കിൽ മാത്രം. ഇന്ന് ഞാൻ രാവിലെയൊന്നും പോയില്ല, ഞായറാഴ്ചയല്ലേ. അപ്പോൾ ഉച്ചയ്ക്കായാലും അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിച്ച് പറഞ്ഞെന്നുള്ളതല്ല, ഞാനൊരു 2:30 ആയപ്പോൾ അവിടെ ചെന്നു. അപ്പം മുറിവ് നോക്കി വലിയ ഷോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അമ്മ ഉച്ചയ്ക്ക് അതിനെ ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും വീഡിയോയ്ക്കൊക്കെ വേണ്ടി, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ലോഷനും ഒഴിച്ച് മരുന്ന് വിടുമ്പോൾ അത് വീണ്ടുമേ അതിപ്പോൾ നല്ല കരിഞ്ഞുണങ്ങി നിൽപ്പുണ്ട്. അതിന് നമ്മൾ വീണ്ടും അവൾ ആമി ഓർമ്മിപ്പിക്കും പോലെ ആയിപ്പോവും. അതിൻ്റെ ആവശ്യമില്ല. ഉച്ചയ്ക്ക് അമ്മ ചെയ്തെന്ന് പറഞ്ഞു. ഇനി രാത്രി മതിയല്ലോ ഓയിൽമെൻ്റൊക്കെ ഇടാം. അപ്പം ഞാൻ എടുത്തൊന്ന് മുറിവ് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് കാണിച്ചു തരാൻ സമ്മതിക്കുന്നില്ല. അവളിങ്ങനെ കിടന്ന് പിടയ്ക്കുവാണ്. പിന്നെ വല്ല വിധേനയും ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊന്നും കാണിക്കാൻ അവൾ നിൽക്കുന്നു തരുന്നില്ല. പിന്നെ ഞാൻ തന്നെ കൈ പിടിച്ച് വീഡിയോ എടുത്തതാണ്. കണ്ടോ, നല്ല കരിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞ ഒരാൾ, നിങ്ങൾക്ക് ആമിയെ കൂടി വളർത്തിക്കൂടെ? ഗുണ്ടൂനെ പോലും വളർത്താനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ല. റോഡ് സൈഡാണ്. 2 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. നമുക്കൊന്ന് ബാത്റൂമിലൊക്കെ വിടാനായിട്ടേ പുറത്ത് വിടാൻ ആരുമില്ല. പിന്നെ നമ്മളെ വീട്ടിൽ ഈ 2 പെൺകുട്ടികളാണ് ഉള്ളത്. പിന്നെ ചേട്ടനും രാവിലെ ജോലിക്ക് അങ്ങ് പോകും. ഞാൻ ഈ റോഡ് സൈഡിൽ ഈ ആമി വരുമ്പോൾ ഉള്ള പാടെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ രാത്രി വരുമ്പോൾ തന്നെ ഞാൻ അവളെ പിടിച്ച് നിർത്തിക്കണ പാട് എനിക്കറിയാം. കാരണം രണ്ടുപേരും കൂടി ഈ മീൻ ഞാൻ വളർത്തിയ മീനാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ എപ്പോഴും ഈ കുളത്തിൻ്റെ അവിടെ വരുമ്പോൾ ഈ മീനിനെ ഒന്ന് നോക്കും. അത്ര സ്നേഹമായിട്ട് വളർത്തിയതാണ്. അത് ഞാൻ പിന്നീട് പറയാം എന്താണെന്ന്. ഗുണ്ടു ഇല്ല, ആമി വിളി എന്നെ വീണ്ടും കേട്ടോ അഴിച്ചു വിടാനായിട്ടേ. പിന്നെ ഞങ്ങൾ ഗുണ്ടുവിനെയും കൊണ്ട് വീട്ടിലോട്ട് പോയി. പിന്നെ ഞാൻ അല്പം ചോറ് ഇവിടെ നിന്ന് എടുത്തു കൊടുത്തേ. കാരണം ഗുണ്ടുവിന് ഇവിടെ വരുമ്പം കുശുമ്പാണ്. അങ്ങനെ ആഹാരമൊക്കെ കഴിക്കും. പിന്നെ ഞങ്ങൾ പോന്നു. ഇത്രയേ ഉള്ളൂ.